അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്, അതാണ് അടുത്ത സംശയം. പ്രിഫറബിളി കുഞ്ഞിനെ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ ഒത്തിരി ആയാസം എടുക്കാതെ അമ്മയ്ക്ക് നിന്ന് വെള്ളത്തിന് ആക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലം, അങ്ങനെ വെള്ളം ഇച്ചിരി അപ്പുറത്തോട്ട് ഇതായാലും കുഴപ്പമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കുളിപ്പിക്കുവാണെങ്കിൽ ഇച്ചിരൂടെ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഒരു കിച്ചൺ ക്യാബിനറ്റിൻ്റെ മേളിൽ ബാത്ത് ടബ് വെച്ച് നമ്മൾ കുളിപ്പിക്കാമെങ്കിൽ എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു മദർ തന്നെയാണ് കുളിപ്പിക്കുന്നത്. നമുക്കിതിനെ ഒരു ബേബി ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ കമത്തി പിടിച്ച് ഇങ്ങനെ കൈ കുഞ്ഞിൻ്റെ ചെസ്റ്റേലോട്ട് ഇങ്ങനെ കമത്തി പിടിച്ചിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം തല തുടങ്ങുക. അതുപോലെ തന്നെ ഇച്ചിരി വെള്ളത്തിലൊരു തുണി മുക്കിയിട്ട് കണ്ണുകളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത്, ചെവിയുടെ പുറകമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത്, ഈ കഴുത്തിൻ്റെ അടിയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുക. ലാസ്റ്റിൽ കാലിലേക്ക് വരിക. പിന്നെ ഈ വെള്ളം, കുളിപ്പിക്കുന്ന വെള്ളം ഒരു ഇളം ചൂട് വെള്ളമായിരിക്കണം, ലൂക്ക് വാം വാട്ടർ. അത് നമ്മുടെ എൽബോ വെച്ചൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, ചൂട് കൂടാനും പാടില്ല, അങ്ങ് തീരെ തണുത്തതും ആകാൻ പാടില്ല. പിന്നെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ pH ഒരു 5 നിൽക്കുന്ന രീതിയിലുള്ള ഒരു സോപ്പ് വേണം ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ ടെഡി ബാറോ അല്ലെങ്കിൽ ഡാഫിയോ അല്ലെങ്കിൽ ജോൺസൺസോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഒരു ഇതിനകത്ത് വരുന്നതാണ്. സോ ബേസിക്കലി pH 5 നിൽക്കുന്ന രീതിയിൽ. ഇനി എല്ലാവരുടെയും അടുത്ത ഡൗട്ട് എന്ന് വെച്ചാൽ ഈ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണോ, അതുപോലെ എണ്ണ തേപ്പിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ തല നന്നായിട്ട് ഉരുട്ടണോ, ഇതൊക്കെയാണ് അമ്മമാരുടെ കോമൺ സംശയങ്ങൾ. അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുഞ്ഞ് 9 മാസവും അമ്മയുടെ വയറ്റിൽ വെള്ളത്തിൽ കിടന്ന് വളർന്ന ഒരു കുഞ്ഞാണ്. അന്നേരം ആ സ്കിന്നിന്, നമ്മളുടെ മനുഷ്യരുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെള്ളമാണ്. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തെന്നി അങ്ങ് പോകും. വെള്ളം നമ്മുടെ സ്കിന്നിൽ പിടിക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് വെളിച്ചെണ്ണ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. പക്ഷേ ഒരു മോയ്സ്ചറൈസർ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? മോയ്സ്ചറിൻ്റെ മേളിലാണ് ഉപയോഗിക്കേണ്ടത്, മോയ്സ്ചറിൻ്റെ താഴെയല്ല. സോ നമ്മൾ കുളിപ്പിച്ചിട്ട് എണ്ണ തേച്ചാലും തെറ്റില്ല, നല്ലതാണ്. പക്ഷേ അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തും ബെഡ്ഷീറ്റിലും ഒക്കെ എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ പ്രിഫറബിളി നമ്മൾ കുളിച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ പുരട്ടുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അഥവാ എണ്ണ പുരട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ആഴ്ചയിൽ 1 റിസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ മസാജ് ചെയ്യുന്ന കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തലയൊക്കെ ഒന്ന്, നമ്മൾ എണ്ണ പുരട്ടണമെന്നില്ലല്ലോ, നമ്മൾ തലയൊക്കെ ഒന്ന് അല്ലാതെ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മൾ ഉരുട്ടി കൊടുത്തില്ലെങ്കിലും മസാജ് ഒന്നും ചെയ്തില്ലെങ്കിലും അപ്പൻ്റെ അമ്മയുടെയും ജെനറ്റിക്സ് പോലെ തന്നെ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേന് ആ കുഞ്ഞിൻ്റെ എല്ലാ മോർഫോളജിയും അതുപോലെ. ചിലവർ പറയും നമ്മൾ മസാജ് ചെയ്ത് മൂക്ക് ശരിയാക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ മസാജ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അമ്മയുടെ അപ്പൻ്റെയും ആ ഒരു മിക്സ് ആയിരിക്കും ആ കുഞ്ഞ്. ആ മൂക്ക് എങ്ങനെയാണെന്ന് ആകണമെന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ സാറേ, ഇതെൻ്റെ ഡൗട്ടാണ്. നമ്മളിപ്പോൾ കുളിപ്പിച്ചു, കുഞ്ഞിന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ഇത് കൂടാതെ ഇതിൻ്റെ മുകളിൽ ഇനി പൗഡറോ വേറെ എന്തെങ്കിലും ക്രീമോ സൺസ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ഡെക്കറേഷൻ്റെ ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പൗഡറൊക്കെ ഇടുമ്പം ഈ പൗഡർ പറക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഒരു നമ്മുടെ എയറിലോട്ട് പറന്നിട്ട് കുഞ്ഞത് ശ്വസിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ പൗഡറൊക്കെ ശ്വസിച്ച് കഴിയുമ്പം കുഞ്ഞിന് ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് വളരെ അത് ലങ്സിന് നല്ലതല്ല. നമുക്കറിയാമല്ലോ, ആവശ്യമില്ലാത്ത പൗഡറൊക്കെ അല്ലെങ്കിൽ ഡസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ലതല്ല. സോ പ്രിഫറബിളി ഞാൻ പൗഡറിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ ചിലവർക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ ജെനൈറ്റൽ ഏരിയ, പ്രൈവറ്റ് ഏരിയയിലൊക്കെ ഒന്നിച്ചിരി പൗഡർ ഇടണമെന്നുണ്ടെങ്കിൽ അത് വലുതായിട്ട് പറക്കാത്ത രീതിയിലൊന്ന് മൈൽഡായിട്ട് ഇട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഫേസിലോ ചെസ്റ്റിലോ ദേഹത്തോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് കുറേ പേരുടെ സംശയങ്ങളായിരുന്നു ഇതെല്ലാം. എപ്പോൾ കുളിപ്പിക്കാം, എങ്ങനെ കുളിപ്പിക്കാം, ആരാ കുളിപ്പിക്കേണ്ടത്, കുളിപ്പിക്കുമ്പോൾ എണ്ണ തേപ്പിക്കണോ, കുളിപ്പിച്ച് കഴിഞ്ഞ് എന്തൊക്കെ തേക്കണം, ഇതെല്ലാം സ്ഥിര സംശയങ്ങളായിരുന്നു. അതിനെപ്പറ്റി ഭയങ്കര ക്ലാരിഫൈഡ് ഒരു റിപ്ലൈ ആണ് സാർ തന്നേക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലക്ഷ്മി.